ഒരു സംസ്ഥാനത്തിൻ്റെ ഏറ്റവും വലിയ കോടതി ഏതാണ്? അത് ഹൈക്കോടതിയാണ്. അങ്ങനെയെങ്കിൽ ഇന്ത്യയിൽ ആകെ എത്ര ഹൈക്കോടതികളുണ്ട്? 25 ഹൈക്കോടതികൾ. ബോംബെ ഹൈക്കോടതിയുടെ അധികാര പരിധിയിലാണ് മഹാരാഷ്ട്ര, ഗോവ എന്നീ സംസ്ഥാനങ്ങളും ദാദ്ര നാഗർ ഹവേലി, ദാമൻ ആൻഡ് ദിയു എന്നീ കേന്ദ്രഭരണ പ്രദേശങ്ങളും ഉൾപ്പെടുന്നത്. ആസാം, നാഗാലാൻഡ്, മിസോറാം, അരുണാചൽ പ്രദേശ് എന്നീ സംസ്ഥാനങ്ങൾ ഗുവാഹത്തി ഹൈക്കോടതിയുടെ പരിധിയിലാണ് വരുന്നത്. ഇന്ത്യൻ ഭരണഘടനയുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ഡോക്ടർ BR അംബേദ്കർ ആണ്. എന്നാണ് ഈ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി നിലവിൽ വന്നത്? അത് 1947 ഓഗസ്റ്റ് 29-നാണ്. ഭരണഘടനയുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ഡ്രാഫ്റ്റ് തയ്യാറാക്കി സമർപ്പിക്കുന്നത് 1949 നവംബർ മാസം 4-ാം തീയതിയാണ്. ലോകത്ത് ഏറ്റവും വലിയ ലിഖിത ഭരണഘടനയുള്ള രാജ്യം ഇന്ത്യയാണ്. എന്നാൽ ലിഖിത ഭരണഘടന ഇല്ലാത്ത രാജ്യങ്ങൾക്ക് ഉദാഹരണം ഏതൊക്കെയാണ്? ഒന്നാമത്തേത് യുണൈറ്റഡ് കിങ്ഡം ആണ്, രണ്ടാമത്തേത് ഇസ്രായേലാണ്, മൂന്നാമത്തേത് ന്യൂസിലാൻഡും. ഇന്ത്യയുടെ വടക്കു പടിഞ്ഞാറൻ അതിർത്തി പ്രദേശങ്ങളിൽ നിരവധി സമരങ്ങൾക്ക് നേതൃത്വം നൽകുകയും ജിന്നയുടെ നിരാഷ്ട്രവാദത്തെ എതിർക്കുകയും ഇന്ത്യ വിഭജനത്തെ എതിർക്കുകയും ചെയ്ത നേതാവാണ് ഖാൻ അബ്ദുൽ ഖാഫർ ഖാൻ. അദ്ദേഹത്തെ വിളിക്കുന്ന പേരാണ് അതിർത്തി ഗാന്ധി. കോൺഗ്രസിന്റെ ആദ്യകാല നേതാക്കന്മാരെയാണ് മിതവാദികൾ എന്ന് അറിയപ്പെടുന്നത്. ഇവർക്ക് ശേഷം തീവ്രവാദ നേതൃത്വത്തിന്റെ കാലഘട്ടമായിരുന്നു. അവരിൽ പ്രമുഖരാണ് ലാലാ ലജ്പത് റായ്, വിപിൻ ചന്ദ്രപാൽ, ബാല ഗംഗാധര തിലക്. സ്വത്തവകാശത്തെ മൗലിക അവകാശങ്ങളുടെ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്ത അമെൻമെന്റ് ആണ് 44-ാം അമെൻമെന്റ്, 44-ാം ഭരണഘടനാ ഭേദഗതി. അതുവരെ ഭരണഘടനയുടെ ഭാഗം 3-ൽ ആർട്ടിക്കിൾ 31-ൽ ഉൾപ്പെട്ടിരുന്ന സ്വത്തവകാശത്തെ അവിടെ നിന്ന് നീക്കം ചെയ്തു. ഇപ്പോൾ സ്വത്തവകാശം ഒരു ലീഗൽ റൈറ്റ് ആണ്. ഇത് ഭരണഘടനയുടെ ഭാഗം 12-ൽ ആർട്ടിക്കിൾ 300A-ൽ പറഞ്ഞിരിക്കുന്നു.